ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ദീപിക. ബിജെപിക്ക് കേരളത്തിലും ഉത്തരേന്ത്യയിലും രണ്ട് നിലപാട്. കേരളത്തിലെ ക്രൈസ്തവരെ കൂടെ കൂട്ടാൻ നടക്കുന്നത് രാജ്യത്തെ ക്രൈസ്തവ പീഡനങ്ങൾ തടയാതെയെന്നും കത്തോലിക്ക സഭാ മുഖപത്രത്തിന്റെ ആരോപണം. കോഴിക്കോട് വീണ്ടും റാഗിംഗ്. വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് സീനിയർ വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. 6 ജില്ലകൾക്ക് നിപ ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലകൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. കനത്ത ജാഗ്രത നിപ മരണം സ്ഥിരീകരിച്ചതോടെ. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് സുപ്രീം കോടതിക്ക് മുന്നിൽ. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. യമൻ സർക്കാരിന് കത്തയച്ച് നിമിഷയുടെ അമ്മ. ധർമ്മസ്ഥല കൊലപാതകങ്ങളിൽ അന്വേഷണം പുതിയ വഴിയിലേക്ക്. മണ്ണ് നീക്കം ചെയ്ത് പരിശോധനയിൽ തീരുമാനം ഇന്ന്. ശുചീകരണ തൊഴിലാളിയെ മംഗളൂരുവിലേക്ക് കൊണ്ടുവരും. പ്രതിഷേധത്തിൽ കുരുങ്ങി പ്രതിസന്ധി തീരാതെ കേരള സർവകലാശാല. ആഴ്ചകളായി ഓഫീസിലെത്താതെ വൈസ് ചാൻസലർ. ഈ ഫയൽ നീക്കവും മുടങ്ങി. VC എത്തിയാൽ കനത്ത പ്രതിഷേധമെന്ന് SFI. ദൗത്യം പൂർത്തിയാക്കി ശുഭാംശു ശുക്ലയും സംഘവും ഇന്ന് മടങ്ങുന്നു. ആക്സിയം 4 ദൗത്യ സംഘം ഭൂമിയിലേക്ക്. വൈകിട്ട് 4:30 ഡോക്കിംഗ് തുടങ്ങും. ബിജെപിയുടെ പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടികയ്ക്കെതിരെ വിമർശനം. സാമുദായിക സന്തുലനം അട്ടിമറിച്ചു. ഈഴവ സമുദായത്തിലെ നേതാക്കളെ തഴഞ്ഞെന്നും നായർ പാർട്ടിയാക്കിയെന്നും സേവ് BJP ഫോറം. രാജീവ് ചന്ദ്രശേഖറിന്റേത് കരയോഗം കമ്മിറ്റിയെന്നും വിമർശനം. പാദപൂജയിലും സർക്കാർ ഗവർണർ പോര് കടുക്കുന്നു. പാദപൂജ ഭാരതീയ സംസ്കാരമെന്ന് ഗവർണർ. കുട്ടികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ച സ്കൂളുകൾക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ. PK ശശി CPM-ൽ നിന്ന് പുറത്തേക്കെന്ന് സൂചനകൾ. ശശിയുടെ പാർട്ടി വിരുദ്ധ പരാമർശം പാർട്ടി പരിശോധിക്കുമെന്ന് മണ്ണാർക്കാട് CPM ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി. PK ശശിയെ കടന്നാക്രമിച്ച് ജില്ലാ കമ്മിറ്റി അംഗം PM ആർഷോ രംഗത്തെത്തിയിരുന്നു. MDMA-യുമായി അറസ്റ്റിലായ യൂട്യൂബർ റിൻസിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങി അന്വേഷണ സംഘം. പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകും. സിനിമയിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയും. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ന്യൂസ് ട്രെൻഡ്സ് ഇന്ന് വിശദമായി പരിശോധിക്കുകയാണ്. അമിത ജോലിഭാരത്തെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യ. മരിച്ചത് പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻസ്പെക്ടർ ജെയ്സൺ അലക്സ് ആണ്. 5.5 വർഷത്തിനിടെ സേനയിൽ ആത്മഹത്യ ചെയ്തത് 90 പോലീസുകാരാണ്. യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ച PJ കുര്യനെ പിന്തുണച്ച് രമേശ് ചെന്നിത്തല. പാർട്ടി യോഗത്തിലാണ് കുര്യന്റെ വിമർശനമെന്നും ആളില്ലാത്ത മണ്ഡലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ആളെ കൂട്ടണമെന്നും ചെന്നിത്തലയുടെ ആവശ്യം. സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നിലത്തിറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരികെ UK-യിൽ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. ഇന്ന് തകരാർ പരിഹരിച്ചാൽ ബുധനാഴ്ച വിമാനം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകും. ടേക്ക് ഓഫ്, ലാൻഡിംഗ് എന്നിവ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ ശേഷമായിരിക്കും മടക്കയാത്ര. എറണാകുളം നോർത്ത് പാലത്തിന് സമീപം തീപിടുത്തം. ഫർണിച്ചർ കടയ്ക്കാണ് പുലർച്ചെ തീപിടിച്ചത്. 7 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറ സർവീസ് റോഡ് അടയ്ക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം. സർവീസ് റോഡ് അടച്ചാൽ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന യാത്രക്കാർക്ക് വളാഞ്ചേരിയിലെത്താൻ 7 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കേണ്ടി വരും. സർവീസ് റോഡ് അടയ്ക്കുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് അധികൃതർ. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഒരു ദിവസവും 6 വിക്കറ്റും ശേഷിക്കെ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് വേണ്ടത് 135 റൺസ്. ഓപ്പണർ KL രാഹുൽ പുറത്താകാതെ ക്രീസിൽ. 58-4 എന്ന നിലയിൽ ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിക്കും.